ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്കോട്ട്ലൻഡിലെ ഏറ്റവും പ്രശസ്തമായതും മനോഹരവുമായ കോട്ടകളിലൊന്നായ എയ്ലിയൻ ഡോണൻ കാസിലിനെ കുറിച്ചാണ്. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ വിശാലമായി വാഹനങ്ങൾക്ക് പാർക്കിംഗ് ലഭ്യമാണ്. അതുപോലെ ഇവിടെ ഗൈഡഡ് ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ കോട്ടയുടെ ചരിത്രവും വാസ്തുവിദ്യയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഷോപ്പ്, കോഫി ഷോപ്പ്, ടോയ്ലറ്റ് സൗകര്യം എന്നിവയെല്ലാം ഉണ്ട്. ഇന്നിത് വെറും ഒരു ചരിത്ര കേന്ദ്രമല്ല, ഒരു പക്ഷേ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫോട്ടോകളിൽ പകർത്തപ്പെട്ട കോട്ടയാണിത് എന്ന കാരണത്തോടെ സ്കോട്ട്ലൻഡിലൂടെയുള്ള ഏതൊരു യാത്രയിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ജെയിംസ് ബോണ്ട് സിനിമയായ ദി വേൾഡ് ഈസ് നോട്ട് എനഫ് എന്നിവയുൾപ്പെടെ നിരവധി സിനിമകൾക്ക് ഇത് പശ്ചാത്തലമാക്കിയിട്ടുണ്ട്. You're very welcome. Sure, tickets and the door. Sure. Thank you. Thank you. ഇനി ഈ കാസിലിനെ കുറിച്ച് പറയാം. പടിഞ്ഞാറൻ സ്കോട്ടിഷ് ഹൈലാൻഡിലെ 3 വലിയ കടൽ തീരങ്ങളുടെ, അതായത് ലോച്ച് ഡ്യൂച്ച്, ലോച്ച് ലോങ്, ലോച്ച് ആൽഷ് എന്നിവയുടെ സംഗമ സ്ഥാനത്തെ ഒരു ചെറിയ വേലിയേറ്റ ദ്വീപിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന വേലിയേറ്റ സമയത്ത് ഒരു കല്ലുപാലത്തിലൂടെ മാത്രം എത്തിച്ചേരാവുന്ന ഒരു ചെറിയ ദ്വീപായി ഇത് മാറുന്നു. ഡോർണി ഗ്രാമത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിച്ച ഒരു നടപ്പാലം വഴി ഇത് പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആറാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ജനവാസം ആരംഭിച്ചതെങ്കിലും 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ആദ്യത്തെ കോട്ട പണിതത്. അതായത് 6-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിലെത്തിയ ഐറിഷ് വിശുദ്ധനായ ബിഷപ്പ് ഡോണൻ്റെ പേരിലാണ് എയ്ലിയൻ ഡോണൻ അഥവാ ഡോണൻ ദ്വീപ് എന്ന പേര് ലഭിച്ചത്. AD 550-ൽ അദ്ദേഹം സ്കോട്ട്ലൻഡിലെത്തി. ഈ പ്രദേശത്ത് ഡോണന് സമർപ്പിച്ചിരിക്കുന്ന നിരവധി പള്ളികളുണ്ട്. 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ദ്വീപിലൊരു ചെറിയ സെൽ അഥവാ സമൂഹം രൂപീകരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വടക്കൻ സ്കോട്ട്ലൻഡിൻ്റെയും
പടിഞ്ഞാറൻ ദ്വീപുകളുടെയും ഭൂരിഭാഗവും ആക്രമിച്ച് സ്ഥിരതാമസമാക്കി നിയന്ത്രിച്ചിരുന്ന വൈക്കിങ്ങുകളിൽ നിന്ന് കിൻഡെയിലിൻ്റെ ദേശങ്ങളെ സംരക്ഷിക്കുന്നതിനായി 13-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ രണ്ടാമൻ നിർമ്മിച്ചതാണ് ആദ്യത്തെ കോട്ട. പിന്നീട് യാക്കോബായ പ്രക്ഷോഭങ്ങളിൽ കോട്ട നശിപ്പിക്കപ്പെട്ടു. അതായത് 1719 യാക്കോബായ കലാപത്തിൽ വെടിമരുന്ന് ഉപയോഗിച്ചാണ് കോട്ട നശിപ്പിക്കപ്പെട്ടതെന്ന് വളരെ പ്രസിദ്ധമാണ്. പിന്നെ ഏകദേശം 200 വർഷത്തോളം ഇത് അവശിഷ്ടമായി തന്നെ കിടക്കുകയായിരുന്നു. പിന്നീട് 1911 ലഫ്റ്റനന്റ് കേണൽ ജോൺ മാക്രെ ഗിൽസ്ട്രാപ്പ് ഈ ദ്വീപ് വാങ്ങി. കോട്ടയെ പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള 20 വർഷത്തെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. 1932 ജൂലൈയിൽ ഇത് പൂർത്തീകരിച്ചു. മാക്രെ കുടുംബം ഇപ്പോഴും ഏലിയൻ ഡോണൻ കാസിലെ കോൺസ്റ്റബിൾസ് എന്ന പദവി വഹിക്കുന്നുണ്ട്.
കോട്ടയുടെ കോട്ടകളിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും കോട്ടയുടെ യാക്കോബൈറ്റ് ചരിത്രത്തെക്കുറിച്ച് അറിയാനും സന്ദർശകർക്ക് കഴിയും. എന്നാൽ കോട്ടയുടെ ഉള്ളിലുള്ള റൂമുകൾ, പ്രദർശനങ്ങൾ എന്നിവയൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധ്യമല്ല. പുറത്തുള്ള കാഴ്ചകളല്ലാതും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റും. ഏലിയൻ ഡോണൻ കോട്ടയ്ക്കുള്ളിലെ സന്ദർശകർക്ക് കോട്ടയുടെ ചരിത്രവും ക്ലാൻ മാക്രയുടെ ജീവിതവും പ്രദർശിപ്പിക്കുന്ന വിവിധ മുറികളും പ്രദർശനങ്ങളും പരിവേഷണം ചെയ്യാൻ കഴിയും. അതിൽ മെയിനായിട്ടുള്ള വിരുന്ന് ഹാളിലെ അവരുടെ കുടുംബ ഛായാചിത്രങ്ങൾ, കോട്ടുകൾ, തടി കൊണ്ടുള്ള സീലിംഗ് ബീമുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ചരിത്രപരമായ പുരാവസ്തുക്കൾ, ആയുധങ്ങൾ എന്നിവയുള്ള ബില്ലറ്റിംഗ് റൂം പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പിന്നെ അവരുടെ കിടപ്പുമുറികൾ, അവരുടെ കിച്ചൺ, അവർ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, വിരുന്നൊരുക്കുന്ന വിധം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ സിനിമകളിലും ഫോട്ടോകളിലും പകർത്തപ്പെട്ട ഈ ഏലിയൻ ഡോണൻ കാസിലിൻ്റെ ചരിത്രവും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അതുപോലെ ഐഡിയാസ് ഓഫ് തെരേസ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുത്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.